ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കറി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മുട്ട 2 പുഴുങ്ങിയത്, തേങ്ങ 1/4 ഭാഗം അരച്ചെടുത്തത്, സവാള 1 അരച്ചെടുത്തത്, തക്കാളി 4 അരച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, കസ്കസ് 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായത് നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം എണ്ണ ചേർക്കാം കേട്ടോ. എണ്ണ ചൂടായതും നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കസകസയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്കതിലേക്ക് സവാള അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റണം. നമുക്ക് സവാള ഒരുവിധം ഒന്ന് വഴന്നു വന്നതും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഈ തക്കാളി വേകുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, കറി നന്നായിട്ട് തിളച്ച് തേങ്ങ അരച്ചൊഴിച്ചതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കട്ട് ചെയ്യാതെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കല്പം മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.